അടുത്തതായി നമ്മൾ പ്രാർത്ഥനയുടെ 4-ാം ഘട്ടമാണ് പരിശോധിക്കുന്നത്. 4-ാം ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആത്മീയമായ അഭിവൃദ്ധി പ്രാപിച്ച അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇവിടെ അവനവനെ തന്നെ സ്വയം ദൈവത്തിന് സമർപ്പിച്ച് എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നിൽ പ്രവർത്തിക്കേണ്ടതെന്നും എനിക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം എൻ്റെ പോരായ്മയാണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണ് ഗുണഗണങ്ങൾ എന്തെല്ലാം ആവട്ടെ അതെല്ലാം ദൈവ ഇഷ്ടമാണ്. ഞാൻ ദൈവത്തിന് സ്വയം സമർപ്പിച്ച് കഴിയുമ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ദൈവത്തിനറിയാം. ദൈവം പ്രസാദിച്ച് അതെല്ലാം എന്നിൽ സംഭവിക്കും എന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 4-ാം ഘട്ടത്തിലെത്തുമ്പോൾ നമുക്കറിയാം, ആദ്യത്തെ ഘട്ടമായ വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അംശം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. അത് കഴിഞ്ഞു വരുന്ന ഘട്ടമായ നിരാശയുടെയും നിസ്സഹായതയുടെയും ഭാവം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു. നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നിലും തൃപ്തി വരാതെ പിന്നെയും പിന്നെയും ദൈവത്തോട് ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്നിട്ട് ഇവിടെ എനിക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞ് ദൈവകൃപ മതി, ഞാൻ ദൈവത്തിൽ സ്വയം സമർപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം നിവർത്തിക്കുമെന്നുള്ള സമർപ്പണത്തിൻ്റെ, നമ്മൾ ഒരു കന്യാമറിയാമിൻ്റെ അവസ്ഥ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആത്മീയമായി ഒരു വലിയ പുതുപ്രകാശത്തിൻ്റെ തുടക്കം കുറിക്കുന്ന അവസ്ഥയാണ് നമ്മൾ. ആദ്യത്തെ 3 പടികൾ കടന്ന് അവസാനത്തെ 3 പടിക്ക് മുമ്പായി ആത്മീയതയുടെ ഒരു വലിയ വളർച്ചയുടെ ആരംഭം ശരിക്കും ഈ ഘട്ടത്തിലാണ്. ഇറ്റ് ഈസ് എ ടേണിംഗ് പോയിന്റ്, 4 സ്റ്റേജ് ടേണിംഗ് പോയിന്റ് ആണ്. അവിടെ ഞാൻ പറഞ്ഞില്ല, നിരാശയില്ല, നമ്മൾ കംപ്ലൈൻറ്റ്സ് ഇല്ല, നമ്മളെല്ലാം സ്വയം സമർപ്പണമാണ്. സമർപ്പിച്ചു കഴിയുമ്പോൾ സ്വയം സമർപ്പണം നടത്തുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ മാനസിക ശാരീരിക അവസ്ഥ, അവിടെ ആത്മാവിൽ ഒരു വലിയ ശാന്തത സ്വയം പ്രത്യക്ഷപ്പെടും, മനസ്സിൽ ഒരു സ്വസ്ഥത വരും, ശരീരത്തിൽ മൊത്തത്തിൽ ഒരു ബാലൻസ്ഡ് ആവും. കാരണം നമ്മുടെ ആദ്യത്തെ ആ 3 സ്റ്റേജിലുള്ളതല്ല. പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, ഒരു പുതു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നതിൻ്റെ ഒരു അവസ്ഥ അവിടെ നമ്മൾ കാണുകയാണ്. അതാണ് സ്വയം സമർപ്പണത്തിൻ്റെ എന്ന് പറയുന്നത്. അവിടെ ഒരു, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് വന്നു കഴിയുമ്പോൾ അടഞ്ഞു കിടന്നിരുന്ന ഒരു മുറിയിലേക്ക് പ്രകാശരശ്മികൾ കടന്ന് ചെറിയ പ്രതീക്ഷ തരുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളെല്ലാം വരും. അവിടെ മുഖപ്രകാശം കണ്ടു തുടങ്ങും. എവിടെയോ വരാനിരിക്കുന്ന വലിയ നന്മയുടെ ഒരു തുടക്കം ഈ ഘട്ടത്തിലെത്തും. നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ ആത്മാവിലും മനസ്സിലും അറിഞ്ഞുകൊണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ പൂർണ്ണ സമർപ്പണത്തിൻ്റെ ഘട്ടം, ദിസ് ഈസ് ദി ടേണിംഗ് പോയിന്റ്. അപ്പോൾ അതിൽ നിന്നാണ് ഇനി വലിയ ഉയർച്ചയിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കടക്കുക എന്നുള്ളത്, ആദ്യത്തെ 3 ഘട്ടത്തിനും അവസാനത്തെ 3 ഘട്ടത്തിനും ഇടയ്ക്കുള്ള ഈ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുതുവെളിച്ചം നമ്മളിലേക്ക് കടന്നു വരുവാൻ ഒരുങ്ങുന്നു. അതിൻ്റെ ആരംഭമാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകത.